ഉണ്ട്. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അവൻ വന്നെന്ന്. പേര് റൊണാൾഡോ എന്നല്ലേ വായിച്ചത്. എന്റെ പൊന്ന റൊണാൾഡോ നിന്റെ അടുത്തല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആനന്ദിന്റെ അടുത്താണ്. ഞാൻ വന്ന് വീണ്ടുന്നില്ല. സ്നിക്കേഴ്സിന്റെ പ്രശ്നമാണ്. വിഷന്നാൽ നിങ്ങളല്ലാതെ. ഓക്കെ, അതിന്റെ ആ ക്വസ്റ്റ്യൻ ആൻസർ അയാൾ കഥ എഴുതി കാണിച്ചു. ഒരുപാട് പേരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ചിലരൊക്കെ ഇപ്പം അയാൾക്ക് നമ്മുടെ നാടോടിക്കാറ്റും അതുപോലെ തന്നെ പട്ടണ പ്രവേശം അക്കരെ അക്കരെയൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഒരുപാട് പേരെ ശരിയാണ്. അപ്പൊ ഒരുപാട് എന്റെ ഒഫീഷ്യൽ സെലിബ്രേഷൻ ആണ്. അത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ശ്രീലക്ഷ്മി അതെ കഴിച്ചു. ആനന്ദ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് നോക്ക്. ഞാൻ പെട്ടെന്ന് സൂയി കണ്ടപ്പോ ഞാൻ വിചാരിച്ച അവനായിരിക്കും വന്നേന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ശ്രീലക്ഷ്മി എന്താണ്, എവിടെയാണ് സ്ഥലം? ശ്രീലക്ഷ്മിയുടെ സ്ഥലം എവിടെയാണ്? കഴിച്ചോ ചേട്ടാ? നിനക്ക് ബജി കിട്ടിയോ? ഞാൻ കോട്ടയം. ഓക്കെ, കോട്ടയത്ത് എവിടെയാണ്? എന്ത് ചെയ്യുന്നു കുമരകം? ഓക്കെ, എന്ത് ചെയ്യാണ്? ബജിക്ക് പകരം മന്തി വാങ്ങിച്ചു കൊടുത്തു. ഇനി അതാ ബജി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇന്നലെ ഡയറി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി അതാ ബജി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ തന്നെ ബജി വാങ്ങിച്ചു കൊടുക്കാം. പേടിക്കണ്ട, നാളെ തന്നെ ബജി വാങ്ങിച്ചു കൊടുക്കാം. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടക്കണ്ണ് കണ്ടാ. ഇതും ഈസി ക്വസ്റ്റ്യൻ ആട്ടോ. വൺ ഓഫ് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ ഇല്ല, ഞാൻ ഒന്ന് ക്ലൂ പറഞ്ഞാൽ പോവാ. അതുകൊണ്ട് ഞാൻ പിൻ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ അറിയാവുന്ന ഏറ്റവും പെട്ടെന്ന് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ്. എത്രയും പെട്ടെന്ന് പണിയൊന്നുമില്ല, വീട്ടുകാർ കെട്ടിച്ചൂടാൻ എന്ന് പറഞ്ഞു. ആൻസർ ഓൾറെഡി വന്നു കഴിഞ്ഞു. റാൻഡം ടൈൽസിന്റെ ഗോഡ് ഫാദർ ആൻസർ വന്നു കഴിഞ്ഞു. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. റാൻഡം ടൈൽസ്, കൺഗ്രാറ്റ്സ്. ഓക്കെ, ശ്രീലക്ഷ്മി പഠിച്ചു കഴിഞ്ഞല്ലേ? 35th ലൈക്ക്. ரொம்ப ലേറ്റാ വന്നിട്ട്. ലൈവ് കണ്ടോണ്ടിരുന്ന പുതിയ ആൾക്കാർ, ഇപ്പൊ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഗോഡ് ഫാദറിന്റെ ആൻസർ കറക്റ്റ് ആണ്. റാൻഡം ടൈൽസ് ആണ് അതിന്റെ ആൻസർ ആദ്യം പറഞ്ഞത്. അതിനുശേഷമാണ് പഠിത്തം കഴിഞ്ഞു. ഓക്കെ, എന്താ പഠിച്ചത്? ഏതുവരെ പഠിച്ചു? കൺസുൽവോ സെക്കൻഡ് ആയിപ്പോയി. ശ്രീലക്ഷ്മി അതുപോലെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ശ്രീലക്ഷ്മിയുടെ കുമരകം. ഈ കുമരകത്തൊക്കെ ഒരുപാട് ബോട്ട് ക്ലബ്ബൊക്കെ ഇല്ലേ? നമ്മുടെ നെഹ്റു ട്രോഫിക്ക് പങ്കെടുക്കുന്ന ഒരുപാട് ബോട്ട് ക്ലബ്ബൊക്കെ കുമരകത്തുണ്ടെന്ന് തോന്നുന്നു. ഫേമസ് അല്ലേ കുമരകം? കുക്കു അമ്മു. ഹായ് കുക്കു അമ്മു, നമ്മുടെ ലൈവിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേര്, സ്ഥലം എവിടെയാണെന്ന് പറയാ. ഇവിടുന്ന് ഏതാണ് സ്ഥലം? കുക്കു അമ്മു നമ്മുടെ ലൈവിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എവിടെയാണ് സ്ഥലം? അതുകൊണ്ട് വേറെ ആരും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. എന്റെ അനിയൻ തുഴയാൻ പോയിരിക്കുക ക്യാമ്പിലാണ്. ഓക്കെ, ഒന്നായിരിക്കട്ടെ. പറയൂല. ഓക്കെ, വെരി ഗുഡ്. സൂര്യയുടെ മീനിങ് എസ് എന്നാണ് പോർച്ചുഗീസിൽ. അതെ, കണ്ടുപിടിക്കുക. കുക്കു അമ്മു കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അറിയാവുന്ന കെ മാത്രമേ ഉള്ളൂ. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളവർ പെട്ടെന്ന് ചോദിക്കുക. നിങ്ങളെ 3 പേരെ അറിയാം. ലൈവിൽ കണ്ടിട്ടുള്ള പരിചയമാണോ അല്ല ഞങ്ങളെ നേരിട്ട് പരിചയമുണ്ടോ? ഹരിബ്രോ ഈ മീശയെ കൊണ്ട് സംസാരിപ്പിക്കും. മീശ നേരത്തെ സംസാരിച്ചത് കണ്ടില്ലായിരുന്നു. ആ സമയത്ത് ഇറങ്ങിപ്പോയി. എന്തിനാണ് നമ്മളിപ്പോ ഓരോ ദിവസവും ലൈവിന്റെ ചാർജ് ഓരോരുത്തർക്കാണ് കൊടുക്കുന്നത്. ഇന്ന് ഞാനാണ് ലൈവ് ഹാൻഡിൽ ചെയ്യുന്നത്. നാളെ ഇവിടെ ആയിരിക്കും, മറ്റന്നാൾ അവളായിരിക്കും, ആണാണെന്ന് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ ആയി പോയത്. അത് വിട്ടേക്ക്. അപ്പൊ ഓരോ ദിവസം റൊട്ടേറ്റ് വരുന്നത് കേട്ടോ. ഇനി മുതൽ അങ്ങനെ ആയിരിക്കും. ഓരോ ദിവസവും കേട്ടോ. ഓരോ ദിവസം ഓരോരുത്തരായി ലൈവ് ഹാൻഡിൽ ചെയ്യുന്നത്. റൊട്ടേഷനാണ്. ഓരോ ദിവസം റൊട്ടേഷനാണ്. ഇന്ന് ഞാൻ, നാളെ ഇവള്, മറ്റന്നാൾ അവൻ. അങ്ങനെ റൊട്ടേറ്റ് ആയിരിക്കും ലൈവിൽ മുതൽ പൊക്കോണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. അതെ, ഇതുവരെ നമ്മളെ ലൈവ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈവ് ലൈക്ക്